പ്രിൻസിപ്പലിന്റെ നടപടിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നും ഗായകൻ ജാസി ഗിഫ്റ്റ് പറഞ്ഞു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാർത്താമുറിയിലേക്ക് സ്വാഗതം. കോളേജിലെ പരിപാടിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ജാസി ഗിഫ്റ്റ്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും അതിന്റെ പറയുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും, ഞങ്ങളുടെ കോ സിംഗേഴ്സ് കൂടെ കാണും. ഇപ്പൊ സജിൻ ജയരാജാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോ സിംഗറാണ്, ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്, കമ്പോസിങ്ങിനിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജിൻ ജയരാജ്. അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ്. പിന്നെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറയാൻ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ. സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസി ഗിഫ്റ്റും സംഘവും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങി ജാസി ഗിഫ്റ്റിനൊപ്പമുള്ള ആളെ പാട്ട് പാടാൻ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇതോടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് വേദി വിട്ടിറങ്ങി. സംഭവങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തോടെയാണ് ജാസി ഗിഫ്റ്റ് നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ടീച്ചറുടെ നടപടിയിലൂടെ അപമാനിക്കപ്പെടുകയായിരുന്നുവെന്നും പരസ്പര ബഹുമാനം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണെന്നും ഒരാളെയും അയാൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ബലാത്കാരനായി പിടിച്ചു തള്ളാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നും ജാസി ഗിഫ്റ്റ് കൂട്ടിച്ചേർത്തു. ഒരാവശ്യവും ഇല്ലാത്ത കാരണം പറഞ്ഞാണ് പ്രിൻസിപ്പൽ മൈക്ക് തട്ടിപ്പറിച്ചത്. ഒരു കോളേജ് പരിപാടിക്ക് ഒരു വിശിഷ്ടാതിഥി വരുമ്പോൾ അവിടെയുള്ള മാനേജ്മെന്റും സ്റ്റാഫുകളുമായി സംസാരിച്ച് തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യരുതെന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. എന്തായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നും പാളിച്ചുകൾ അല്ലെങ്കിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.